ഹായ് എവരിവൺ, AKR PSC ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 LDC എക്സാമിൻ്റെ ഫോമായിട്ടോ ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ക്ലാസ് പൂർണ്ണമായിട്ടും കണ്ടിട്ട് ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ക്ലാസ്സിന് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളെക്കുറിച്ചാണ്. അതിൽ തന്നെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയെ പെരിയാറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നദികളുടെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന നമ്മുടെ കേരളമാണ്. 15 കിലോമീറ്റർ കൂടുതൽ ദൈർഘ്യമുള്ള ജലപ്രവാഹത്തെയാണ് നദികളായിട്ട് കണക്കാക്കുന്നത്. ഈ വിജ്ഞാപനം കേരള സർക്കാർ പുറത്തിറക്കിയത് 1974. കേരളത്തിലാകെ 44 നദികളുണ്ട്. അതിൽ 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്നവയാണ്. ബാക്കി 41 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളാണ് കബനി, പാമ്പാർ, ഭവാനി. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറിനെ കുറിച്ചാണ്. നമുക്ക് പെരിയാറിനെ കുറിച്ച് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. പെരിയാർ നദിയുടെ നീളം 244 കിലോമീറ്റർ. പെരിയാർ നദിയുടെ നീളം 244 കിലോമീറ്റർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാർ. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ. ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന കേരളത്തിലെ നദികൾ പെരിയാർ, പമ്പ. ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന കേരളത്തിലെ നദികൾ പെരിയാർ, പമ്പ. ചൂർണി എന്ന പേരിൽ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന നദി പെരിയാർ. ചൂർണി എന്ന പേരിൽ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി പെരിയാർ. അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. മുല്ലയാറ് ഏതിൻ്റെ പോഷക നദിയാണ്? പെരിയാർ. മുല്ലയാറ് ഏതിൻ്റെ പോഷക നദിയാണ്? പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ച മുതിരപ്പുഴ ഏതിൻ്റെ പോഷക നദിയാണ്? പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ച മുതിരപ്പുഴ ഏതിൻ്റെ പോഷക നദിയാണ്? പെരിയാർ. പെരിയാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട്ട് കായൽ. പെരിയാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട്ട് കായൽ. തൊട്ടിയാറ് ഏതിൻ്റെ പോഷക നദിയാണ്? പെരിയാർ. തൊട്ടിയാറ് ഏതിൻ്റെ പോഷക നദിയാണ്? പെരിയാർ. കേരളത്തിലെ ഏത് നദിയാണ് വൈദ്യുതി ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത്? പെരിയാർ. കേരളത്തിലെ ഏത് നദിയാണ് വൈദ്യുതി ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത്? പെരിയാർ. കേരളത്തിലെ ഏത് നദീവ്യൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിച്ചിരിക്കുന്നത്? പെരിയാർ. കേരളത്തിലെ ഏത് നദീവ്യൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിച്ചിരിക്കുന്നത്? പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാർ. ശിവരാത്രി ആഘോഷത്തിന് പ്രസിദ്ധമായ ആലുവ മണപ്പുറം ഏത് നദിയുടെ തീരത്താണ്? പെരിയാർ. ശിവരാത്രി ആഘോഷത്തിന് പ്രസിദ്ധമായ ആലുവ മണപ്പുറം ഏത് നദിയുടെ തീരത്താണ്? പെരിയാർ. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി ഏത് നദിയുടെ തീരത്താണ്? പെരിയാർ. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി ഏത് നദിയുടെ തീരത്താണ്? പെരിയാർ. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി പെരിയാർ. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി പെരിയാർ. മംഗലപ്പുഴ, മാർത്താണ്ഡപ്പുഴ എന്നിവ ഏതിൻ്റെ കൈവഴികളാണ്? പെരിയാർ. മംഗലപ്പുഴ, മാർത്താണ്ഡപ്പുഴ എന്നിവ ഏതിൻ്റെ കൈവഴികളാണ്? പെരിയാർ. ഏത് നദിയുടെ തീരത്താണ് അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ. ഏത് നദിയുടെ തീരത്താണ് അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ. തിരുവിതാംകൂറിലേക്കുള്ള ടിപ്പു സുൽത്താന്റെ പടനീക്കം തടസ്സപ്പെട്ടത് ഏത് നദിയിലുണ്ടായ വെള്ളപ്പൊക്കം മൂലമാണ്? പെരിയാർ. തിരുവിതാംകൂറിലേക്കുള്ള ടിപ്പു സുൽത്താന്റെ പടനീക്കം തടസ്സപ്പെട്ടത് ഏത് നദിയിലുണ്ടായ വെള്ളപ്പൊക്കം മൂലമാണ്? പെരിയാർ. ആലുവ പുഴ, കാലടിപ്പുഴ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി പെരിയാർ. ആലുവ പുഴ, കാലടിപ്പുഴ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി പെരിയാർ. ഏത് നദിയിലുണ്ടായ വെള്ളപ്പൊക്കമാണ് 1341 കൊടുങ്ങല്ലൂർ തുറമുഖത്തിന്റെ നാശത്തിനു കാരണമായത്? പെരിയാർ.
ഏത് നദിയിലുണ്ടായ വെള്ളപ്പൊക്കമാണ് 1341 കൊടുങ്ങല്ലൂർ തുറമുഖത്തിന്റെ നാശത്തിനു കാരണമായത്? പെരിയാർ. പെരിയാറിൽ 1924 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത് 99 വെള്ളപ്പൊക്കം. പെരിയാറിൽ 1924 ഉണ്ടാകുന്നത് 99 വെള്ളപ്പൊക്കം. സുന്ദരമലയിലെ ശിവഗിരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി പെരിയാർ. സുന്ദരമലയിലെ ശിവഗിരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടായ മുല്ലപ്പെരിയാർ ഏത് നദീവ്യൂഹത്തിലാണ്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടായ മുല്ലപ്പെരിയാർ ഏത് നദീവ്യൂഹത്തിലാണ്? പെരിയാർ. പെരിയാറിൻ്റെയും മുല്ലയാറിൻ്റെയും സംഗമ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട്. പെരിയാറിൻ്റെയും മുല്ലയാറിൻ്റെയും സംഗമ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട്. കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട മലയാറ്റൂർ ഏത് നദിയുടെ തീരത്താണ്? പെരിയാർ. കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട മലയാറ്റൂർ ഏത് നദിയുടെ തീരത്താണ്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദി പെരിയാർ. പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളം. പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളം. പെരിയാറിന്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങൾ തേക്കടി വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതം. പെരിയാറിന്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങൾ തേക്കടി വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതം. പെരിയാർ നദീതീര പട്ടണങ്ങൾ മലയാറ്റൂർ, ആലുവ, കാലടി. പെരിയാർ നദീതീര പട്ടണങ്ങൾ മലയാറ്റൂർ, ആലുവ, കാലടി. കേരളത്തിലെ ആദ്യ മൾട്ടി ഡിസിപ്ലിനറി ഉത്ഖനന പ്രദേശമായ പട്ടണം എന്ന സ്ഥലം നിലനിന്നിരുന്ന നദീതീരം പെരിയാർ. കേരളത്തിലെ ആദ്യ മൾട്ടി ഡിസിപ്ലിനറി ഉത്ഖനന പ്രദേശമായ പട്ടണം എന്ന സ്ഥലം നിലനിന്നിരുന്ന നദീതീരം പെരിയാർ. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പെരിയാർ. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പെരിയാർ. നമ്മൾ ഡിസ്കസ് ചെയ്ത് കേരളത്തിലെ ഏറ്റവും നീളം കൂടി നദിയായ പെരിയാറിൻ്റെ സവിശേഷതകളെ കുറിച്ചാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കോടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.